മറ്റു കൊടികളേക്കാൾ പിന്നെ വില കൂടുതലാണ് കൈരളിക്ക്. ഇത്രയും കട്ടിയുള്ള ഇലയില്ല. പന്നിയൂറിന് പോലും ഇത്രയും കട്ടി ഇല്ല, വേറെ ഒരു കൊടിക്കും ഇല്ല. ഒരു തിരിയൽ ഒരു 200, 200, 300 വരെയൊക്കെ കാണും. കുരുമുളക് ലാഭത്തിലാണോയെന്ന് ചോദിച്ചാൽ അതനുസരിച്ച് മണിയും കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കും. ഇത് നമ്മുടെ കൈരളിയുടെ ഒരു പുതിയ വെറൈറ്റിയാണ്. നിലവിൽ അതിന് ഫംഗസിൻ്റെ ഒന്നും ശല്യമില്ല, ഇലയ്ക്ക് കേടില്ല, തണ്ടിന് കേടില്ല, മുളകിന് വലിപ്പമുണ്ട്, തൂക്കം കൂടുതലുണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു പ്രയോജനം ഇതുവരെ കിട്ടിയിട്ടില്ല. വെള്ളം വരെയും വിലയ്ക്ക് വാങ്ങിച്ചാണ് കൊടുക്കുന്നത് ചെയ്യുന്നത്. നമുക്കൊരു പഞ്ചായത്തിൻ്റെതായ ടാങ്ക് പോലും കിട്ടിയിട്ടില്ല. കമൻറ്റുകൾ ഒത്തിരി വരുമായിരുന്നു, തട്ടിപ്പാ വെട്ടിപ്പാണെന്ന് പറഞ്ഞ് ഒത്തിരി കമൻറ്റുകൾ വരുമായിരുന്നു. പിന്നെ ആളുകൾ തന്നെ എല്ലാവരും ചെയ്യാൻ തുടങ്ങിയപ്പോൾ കമൻറ്റുകളൊന്നും വരുന്നില്ല. നമസ്കാരം, എൻ്റെ പേര് കുഞ്ഞുകുഞ്ഞ്. ഈ ചെടി 2ാം വർഷം പ്രായമായ ചെടിയാണ്. ഇതിപ്പം ഒരു 1/2 അടി നീളമുള്ള ഒരു കുരുമുളക് ചെടിയിലാണ് ഞാൻ പിടിച്ചേക്കുന്നത്. നല്ല വളർച്ചയാണ്, വിളയാറായി നിൽക്കുന്ന സമയമാണ്. വനമേഖലയായതുകൊണ്ട് ഈ കീടങ്ങളുടെ ശല്യമുണ്ട് അടിഭാഗത്തൊക്കെ. മുകളിലേക്ക് വലിയ വിഷയമില്ല, അതേ ഉള്ളൂ. ഒരു 5 അടിക്ക് മുകളിൽ പ്രശ്നങ്ങളില്ല. അടിവേത്ത് ഈ ഫംഗസ് ശല്യമുണ്ട്. അതിന് ഞങ്ങൾ ബോർഡോ മിശ്രമൊക്കെ അടിച്ച് അതിന് നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതേ ഉള്ളൂ പ്രശ്നം. മറ്റ് ചെടികളെക്കാൾ വ്യത്യാസമുണ്ട്. ഉണ്ട് അതിന് ഈ തന്നെയല്ല, ഇതിന് മുളകിന് തൂക്കമുണ്ട്, വളർച്ചയുണ്ട്. ഇത് 9 മാസം വേണം ഇത് വിളയാൻ തന്നെ. മറ്റ് ചെടികളെക്കാൾ വ്യത്യാസമുണ്ട്. പിന്നെ ഇത് എവിടെ നിന്ന് കൈരളി എന്ന് പറയുമ്പോൾ എവിടെ നിന്നാലും തിരിച്ചറിയാം, ഏത് കൊടിയുടെ ഇടയിൽ നിന്നാലും. അതിൻ്റെ ഇലയ്ക്കൊക്കെ ഒരു തിളക്കമുണ്ട്, ഒരു പച്ച കളറാണ്, നല്ല പച്ച കളറാണ് ഇല. ഒരു തിരിയൽ ഒരു 200, 200, 300 വരെയൊക്കെ കാണും. സാധാരണ അങ്ങനെ അത്രയും വരുന്നില്ലല്ലോ, അതിന് നീളക്കുറവല്ലേ തിരിക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനകത്തൊരു 100, 150 ചിലതിന് കാണും. എല്ലാം കാണണമെന്നില്ല. തൈ നാടെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഒരടി കൂടെ തൈയാണെങ്കിൽ ഒരടി കുഴിയെടുത്തിട്ട് ചാണകപ്പൊടി ഇട്ട് കൂട് പൊട്ടിച്ച് അതിനകത്ത് വയ്ക്കുക, അങ്ങനെ വെച്ച് മൂടിയിടുക. അപ്പോൾ അതിന് മറ്റേ വേനൽക്കാലമാണെങ്കിൽ പൊതയൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെയുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. മഴയായാൽ പിന്നെ പേടിക്കണ്ട. ഒരു 2 തൈ വെച്ച് വിടുകയാണെങ്കിൽ പെട്ടെന്ന് മരം പൊതിഞ്ഞ് കയറി പെട്ടെന്ന് കായ്ക്കാൻ തുടങ്ങും. 8 മാസം ആകുമ്പോൾ 6, 7 മാസം ആകുമ്പോൾ തിരിയിടാൻ തുടങ്ങും. 2ാം വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ആവറേജ് മുളകാവും. ഇതിപ്പോൾ ചെറിയ കൊടിയല്ലേ, ഇപ്പോൾ 2ാം വർഷം. ഇത് ന്യായമായിട്ടൊരു 1 കിലോ പച്ചമുളക് ഇപ്പം ഇതിനകത്തുണ്ട്. ഓരോ വർഷം കൂടുന്നതനുസരിച്ച് തിരി മരവും വളരുന്നതനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. ഒരു 3 വർഷം കഴിഞ്ഞ കൊടിയൊക്കെ ആണെങ്കിൽ ഒരു ആവറേജ് 3 കിലോ 4 കിലോ പച്ചമുളക് കിട്ടും. അപ്പോൾ തന്നെ ആണ്ടിലൊരു 2 പ്രാവശ്യമെങ്കിലും മുളക് 3 പ്രാവശ്യം പറിക്കേണ്ടി വരും. തിരിയിട്ടോടെ ഇരിക്കും. എന്നാലേ മാർച്ച് ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് പറിച്ചും തീർക്കാം. ഏപ്രിൽ 1 ആകുമ്പോഴത്തേക്ക് തിരിയിടാൻ തുടങ്ങും. 9 മാസം വിളവുമുണ്ട്. ഇത് നമ്മുടെ കൈരളിയുടെ ഒരു പുതിയ വെറൈറ്റിയാണ്. ഈ മുളകിന് തൂക്കമുണ്ട്, വലിപ്പമുണ്ട്. കൈരളിയേക്കാൾ ശകലം കൂടെ വലിപ്പമുണ്ട് ഈ മുളകിന്, അല്പം കൂടെ തൂക്കമുണ്ട്. ഇപ്പം ഗുണനിലവാരം ഇപ്പം പൂർണ്ണമായി. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് കറക്റ്റ് ചെയ്തേ ഉള്ളൂ. കഴിഞ്ഞ ലക്കത്തിലൊന്നും വീഡിയോ ഇട്ടിട്ടില്ല. ഇതിപ്പോൾ 2 വർഷമായ ചെടിയാണ്. 3ാം വർഷത്തിലേക്ക് കിടക്കുന്ന ചെടി. ഇതിപ്പം ജാനുവരി ആവും. ജാനുവരി, അതാ 8 മാസം മിച്ചം വേണം ഇതിന്. 8 മാസം കഴിഞ്ഞ് 8.5 മാസം വേണം ഇതിന്. ഇതിന് നല്ല വിളവുണ്ട്, തൂക്കമുണ്ട്, ഈടുമുണ്ട്. അത് തന്നെ നിറച്ച് മുളക് തിങ്ങിയുണ്ട് നിറച്ച്.
കണ്ടില്ലേ, ഉണ്ടോ? ഗ്യാപ്പില്ലാത്ത തിരികളാണ് ഇതെല്ലാം. ഇതിൻ്റെ പ്രത്യേകത ഇതിന് ഇലയ്ക്ക് നല്ല കട്ടിയാണ്. ഇത്രയും കട്ടിയുള്ള ഇലയില്ല, പന്നിയൂറിന് പോലും ഇത്രയും കട്ടി ഇല്ല, വേറെ ഒരു കൊടിക്കും ഇല്ല. മനസ്സിലായി? ഇത് ഫംഗസ് ഒരു ഇലയിലൊരു കരട് പോലും പിടിക്കുകയില്ല. ഇതിപ്പോൾ ഞാൻ കൊടുക്കാതിരിക്കുകയായിരുന്നു, ഇപ്പം ഈ വർഷം മുതലാണ് കൊടുക്കാൻ തുടങ്ങി. ഒരു തൈ ഇപ്പം നമ്മൾ സാധാ തൈയാണ് 110 രൂപയ്ക്ക് കൊടുക്കുന്നത്. മറ്റു കൊടികളെക്കാൾ വില കൂടുതലാണ് കൈരളിക്ക്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പം ഞാൻ വെള്ളമെല്ലാം വിലയ്ക്ക് വാങ്ങിച്ചാണ് ചെയ്യുന്നത്. പണിക്കാരെ കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ അത്രയാവുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും വില വരുന്നത്. ഇപ്പോൾ കൈരളി വാങ്ങിക്കുന്ന പറഞ്ഞാൽ ഇപ്പം ആളുകൾ അറിഞ്ഞ് വീഡിയോ കണ്ടും ഒക്കെയാണ് കയറി വരുന്നത്. ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നില്ല, ഇവിടെ വന്ന് വാങ്ങിക്കുക ആൾക്കാർ. നമ്മുടെ ഡെലിവറി ഒന്നും ഇല്ല. ഇത് കൈരളി അല്ലാത്ത ഒരു വെറൈറ്റിയാണ്, ഒരു നാടൻ വെറൈറ്റിയാണ്, നല്ലപോലെ തിരി ഉണ്ടാകുന്ന ഒരു വെറൈറ്റി അത്. കൈരളി ഇത് രണ്ടും കൂടെ അതിലിട്ടിരിക്കുന്നത്. സാമാന്യം നല്ലപോലെ മുളകാണ്. ഇലയ്ക്ക് കൈരളിയുടെ ഇല പോലെ കറുപ്പില്ല, എന്നാലും വ്യത്യാസമുണ്ട് ഇലയ്ക്ക്. അതിന് വലിയ കേട്, ഇലയ്ക്കൊന്നും വലിയ കേട് വരുന്നില്ല. ഇത് ഉണ്ടോ? ഇലയ്ക്ക് നീളക്കൂടില്ല, തുമ്പിന് നീളക്കൂടുണ്ട്. ഇപ്പം മരത്തെ കയറ്റി വിടുന്ന ലാഭകരം. തന്നെയല്ല, PVC പൈപ്പ് കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നതാണ്. എപ്പോഴും വെള്ളം കൊടുത്തെങ്കിലേ PVC പൈപ്പ് നിൽക്കുകയുള്ളൂ. ഇത് മലമേളിലൊക്കെ വെള്ളം ഇല്ലാത്തടത്ത് കൊണ്ട് PVC പൈപ്പ് വെച്ചാൽ നമുക്ക് ആദായം കിട്ടാൻ പാടാണ്. കാരണം ഇതിൻ്റെ അട്ടക്കാല് ശരിക്കും പിടിച്ച് കയറുകയില്ല ചൂടിനകത്ത്. വെള്ളമുള്ളിടത്താണ് പിടിപ്പിക്കാം. പിന്നെ കാലാവസ്ഥ, കാറ്റ് വ്യതിയാനമൊക്കെ, നല്ല ചുഴലിക്കാറ്റൊക്കെ ആണെങ്കിൽ ഏത് പൈപ്പാണേലും മറിഞ്ഞു പോകും. കണ്ടില്ലേ, കറണ്ടിൻ്റെ കമ്പികളൊക്കെ മറിഞ്ഞു പോകുന്നില്ലേ? അത്രയും വിലയില്ലല്ലോ ഏതായാലും PVC പൈപ്പിന്. അങ്ങനെ ഉണ്ട്. ആഴാന്തരൻ്റെ തൈ, പയ്യാനി തൈ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ. അത് നല്ല വളർച്ചയുള്ള മരമാണ്. അത് തന്നെയല്ല, മറ്റു പണികൾ, പാഴ്പണികളൊന്നും വരുന്നില്ല. എരമ്പറൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും വരുന്നില്ല. മരവും പോവില്ല, കൊടിയും പോവില്ല. അതിപ്പോൾ നമ്മൾ 20 രൂപ, വലിയ ഒരടിക്ക് മുകളിലാണ് 30 രൂപയ്ക്ക് കൊടുക്കും. സാധാ തൈ ആണെങ്കിൽ 20 രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ട്രേ തൈ ആണെങ്കിൽ നമ്മൾ 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ ചെടിപ്പനയെന്ന് പറയുന്നത്. അപ്പോൾ ചെടിപ്പന ആളുകൾക്ക് സംശയമായിരുന്നു, ഇതിൽ ഏണിയാൽ പറിക്കാൻ ഒക്കുമോ, ഇതിന് വളർച്ചയുണ്ടോ എന്നൊക്കെ ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം മുളക് പെയ്തതിലുണ്ട്. നമ്മൾ ഏണിയാൽ അത് പറിക്കുന്നത്, അത് അധികം പൊങ്ങിപ്പോകത്തുമില്ല. പക്ഷേ ന്യായമായിട്ട് നിലത്ത് നിന്ന് പറിക്കുകയും ചെയ്യാം, ചെടിയായിട്ട് നിൽക്കുകയും ചെയ്യും, ഭംഗിയുമാണ്. അതിൻ്റെ കായും ഉണ്ടാകും, അതും ഒരു ഭംഗിയാണ് പഴുത്ത് കഴിയുമ്പോൾ. അത് ഈ കുരുമുളകിന് മാത്രം ആസ്വദിക്കുന്ന ഒരു ചെടിയല്ല, ഇത് ചെടിയുമായിട്ട് ഉപയോഗിക്കാൻ കുരുമുളകും കിട്ടും. ഇതിപ്പം ഇപ്പോൾ ഒരു 10 അടി പൊക്കമില്ലേ? ഇല്ലേ? ഇപ്പോൾ ഒരു 10 അടി പൊക്കമുണ്ട് ഈ ചെടിക്ക്. ഇത് തട്ടിയൊന്നും ഒടിഞ്ഞൊന്നും പോവുകയൊന്നുമില്ല, ഏണിയായാലും ഒടിയില്ല, ബലമുണ്ട്. ഇത് കണ്ടില്ലേ, ഉണ്ടോ? സാധാരണ ചെറിയ ഏണിയൊക്കെ ചേരാനുള്ള പവറുണ്ട് അതിന്. പിന്നെ ചെടിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ മുറ്റത്തൊരു ചെടിയായിട്ട് നിൽക്കുകയും ചെയ്യും, മുളകും കിട്ടും. കുരുമുളക് ലാഭത്തിലാണോയെന്ന് ചോദിച്ചാൽ അതനുസരിച്ച് പണിയും കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കും. പണികൂലി മാക്സിമം കിട്ടും. ഞാൻ ഈയിടെ ഇന്നലെ ഒരു ഡീറ്റെയിൽസ് എഴുതിയതിനകത്ത് കൊണ്ട് ആ വർക്ക് ചെയ്തതിൻ്റെ 3-ൽ 2 ഭാഗവും ചിലവായിരുന്നു. 85 ഭാഗം കൂലി ചിലവ് വന്നിട്ടുണ്ട്, പിന്നെ 15% ഉള്ളു. മനസ്സിലായോ? ആ 15% കൊണ്ട് വേണം നമ്മൾ വളം വാങ്ങിക്കാനും മറ്റു പണികളെല്ലാം ചെയ്യാൻ, മരുന്നടിക്കാനും എല്ലാം ചെയ്യണം. കൂലി 1000 രൂപയ്ക്ക് കുറഞ്ഞൊരു കൂലിക്കാരനെ കിട്ടുകയില്ല, ഏത് പണിയാണേലും. അത് ഗ്രാഫ്റ്റിങ്ങും ബട്ടിങ്ങും ഒക്കെ ചെയ്യുന്നവർക്കാണ് 2000 രൂപ വരെ കൊടുത്താൽ അവർ സമ്മതിക്കുന്നില്ല. പുതിയൊരു വെറൈറ്റി ഉണ്ട്, കൈരളിയുടെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിപ്പം നിലവിൽ അവന് ഫംഗസിൻ്റെ ഒന്നും ശല്യമില്ല, ഇലയ്ക്ക് കേടില്ല, തണ്ടിന് കേടില്ല, മുളകിന് വലിപ്പമുണ്ട്, തൂക്കം കൂടുതലുണ്ട്.
അതിനും പിന്നെ ഒരു 8 മാസത്തിൽ കൂടുതൽ വിളവ് ഉണ്ട്. ഉം. 9 തന്നെ തേച്ച് വേണ്ട, എങ്കിലും 8.5 മാസം അതിന് വേണ്ടി വരുന്നുണ്ട്. അത് പിന്നെ ഇപ്പം വെറൈറ്റി ഗ്രാഫ്റ്റിലൂടെ കണ്ടുപിടിച്ചതാണ്. വിജയമായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നല്ലോ. വീഡിയോ എടുക്കാഞ്ഞുകൊണ്ട് അതിപ്പം ഉള്ളത്. വീഡിയോ എടുത്തിരുന്നെങ്കിൽ ആളുകൾ വന്ന് നശിപ്പിച്ച് കളഞ്ഞേന്. കരിമുണ്ടയുടെ ഒരു ഐറ്റം 12 മാസവും കായ്ക്കുന്ന, അതും കുഴപ്പമില്ല. തിരിക്ക് നീളക്കുറവാണ്, എപ്പോഴും മുളകാണ്. മറ്റ് പാങ്കസൊന്നും ഇതുവരെ വന്നിട്ടില്ല. സാധാരണ നാടൻ കൊടി അങ്ങനെ പിടിപ്പിച്ച് വന്നാൽ കേട് വരുന്നതല്ലേ. ഇതിന് കുഴപ്പമൊന്നുമില്ല. വേനലിന് പിടിച്ച് നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അത് വേനലാകുമ്പോൾ വാടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. ഇതിപ്പം മുളക് വിളഞ്ഞതുണ്ട്, ഇതിനകത്ത് വിളയാറായതുണ്ട്, പഴുത്തതുണ്ട്. തിരിക്ക് നീളക്കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും എല്ലാ സമയത്തും ഇത് കായ്ക്കും. ഇപ്പോൾ തിരി ഇട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ തിരി ഇടുകയും ചെയ്യും. പുതിയ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. കരിമുണ്ടയല്ല, കരിമുണ്ടയുടെ ഒരു നാരായക്കൊടിയുടെ പോലെ ഒരു വെറൈറ്റിയാണ്. പിന്നെ കൈരളി എന്ന് പറഞ്ഞാൽ കണ്ട പുതിയ തിരി ഇട്ടുകൊണ്ടേ ഇരിക്കുക, കണ്ടില്ലേ? എല്ലാ സമയത്തും തിരി ഇട്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ മാർച്ച് കൊണ്ട് പറിച്ച് തരും. കമൻറ്റുകൾ ഒത്തിരി വരുമായിരുന്നു. തട്ടിപ്പാ വെട്ടിപ്പാണെന്ന് പറഞ്ഞ് ഒത്തിരി കമൻറ്റുകൾ വരുമായിരുന്നു. പിന്നെ ആളുകൾ തന്നെ എല്ലാവരും ചെയ്യാൻ തുടങ്ങിയപ്പോൾ കമൻറ്റുകളൊന്നും വരുന്നില്ല. പിന്നെ തിരുമിൻ്റെ തന്നെ നമ്മൾ ഇട്ടതല്ലേ, അതാണേലും ആളുകൾക്ക് വളരെ സന്തോഷമായി. അതിനുള്ള കമൻറ്റുകളൊന്നും കൂടുതൽ വന്നിട്ടില്ല. ഇല്ല, അവരാരും പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. ഗവൺമെൻറ്റും പ്രതികരിച്ചിട്ടില്ല, ജനങ്ങളും അനങ്ങിയിട്ടില്ല. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുള്ള ആളുകളുണ്ടെങ്കിൽ ഇവിടെ വന്ന് സംസാരിക്കാം, നമുക്ക് ഡോക്ടർമാർക്ക് വരാം. ആളുകൾക്ക് കൂടുതൽ സംശയമാണ്, എല്ലാത്തിലും സംശയമാണല്ലോ. അതൊരിക്കലും മാറിയല്ലോ ആളുകളുടെ. ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട്, അവർക്ക് മരുന്നടിക്കാനുള്ള സംശയങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അവരെ കൃഷിഭവനിലൊക്കെ ആകുന്ന വിളിച്ച് ഒരു മറുപടി പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. കൃഷിഭവനിൽ എനിക്ക് തന്നെ ഇപ്പോൾ അനുഭവമുണ്ട്. കൃഷിഭവനിൽ ഞാനൊരു ഫംഗസ് കണ്ടിട്ട് വിളിച്ച് പറഞ്ഞിട്ട് ഇവിടുത്തെ പിന്നെ യൂണിവേഴ്സിറ്റിക്കാരോ പിന്നെ കോളേജുകാരോ മറ്റ് കൃഷി വകുപ്പിൻ്റെ ഒത്തിരി ഫാമുകളുണ്ട്, അവരാരും ഇതുവരെ അതിനെ പ്രതികരിക്കുകയോ എന്താണെന്ന് പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല, അന്വേഷിക്കാനും വന്നിട്ടില്ല. ആ അവസ്ഥയാണ്. പിന്നെ കാർഷിക മേഖല എങ്ങനെ വികസിക്കും? എന്നെ സംബന്ധിച്ച് ഒരു പ്രയോജനം ഇതുവരെ കിട്ടിയിട്ടില്ല. വെള്ളം വരെയും വിലയ്ക്ക് വാങ്ങിച്ചാണ് കൊടുക്കുന്നത്, ചെയ്യുന്നത്. നമുക്കൊരു പഞ്ചായത്തിൻ്റെതായ ടാങ്ക് പോലും കിട്ടിയിട്ടില്ല. ആ പൈസയുള്ള ആളുകൾക്ക് അവർ കൊണ്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതുവരെ ഒന്നും തന്നിട്ടില്ല. എത്തിച്ചേരേണ്ട വഴികളെന്ന് പറഞ്ഞാൽ മുണ്ടക്കയത്ത് വന്നിട്ട് പിന്നെ കരിനിലം, പുഞ്ചവയൽ, 504 എന്ന് പറഞ്ഞ പോയിൻ്റ്, ലാസ്റ്റ് പോയിൻ്റ് അതാണ് 504. കോട്ടയം ജില്ലയുടെ ലാസ്റ്റ് പോയിൻ്റാണ്. അത് പമ്പാവാലിക്കുള്ള റൂട്ടാണ്. അപ്പോൾ പമ്പാവാലിക്ക് തന്നെ കരിനിലത്ത് ചെന്ന് തിരിഞ്ഞ് ഭക്ഷ്മാമ്പലം കൂടി റോഡുണ്ട്. ആ റോഡേ കയറി വന്നാലും ഈ നഴ്സറിയിലെയും തിരുമിശാലയുടെയും അടുത്ത് തന്നെ കൂടെ പോകുന്ന റോഡാണ്.